തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ എന്നോട് വാതോരാതെ സംസാരിച്ച ആളല്ലേ? ആ തൊഴിലാ എന്നെ ചതിച്ചത്. അത് കാര്യാക്കണ്ട. ആളുകൾ പല തരക്കാരുണ്ട്. എല്ലാവരെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിലുണ്ട്. എനിക്ക് എന്റെ പെരുമാറ്റത്തിലും ചില പ്രശ്നങ്ങളുണ്ടായി. എന്തൊക്കെയോ ചില സംശയങ്ങൾ. എന്ത് സംശയങ്ങൾ? അതെന്റെ ക്യാരക്ടറിന്റെ. ഒരു വസ്തുവിന് മധുരം ഉണ്ടെന്നറിഞ്ഞ ഞാൻ ശ്രമിക്കുന്നത് ആ മധുരം ഒറിജിനലാണോന്ന് അറിയാനാ. അത് ബോധ്യപ്പെട്ട പിന്നെ അത് കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളെ പറ്റി ചിന്തിക്കും. ചിന്തിച്ച് കാട് കയറും. തൻ്റെ കാര്യത്തിൽ എനിക്കിനി അത്രയും ചിന്തിക്കാനില്ല. എൻ്റെ രീതികളെ ഞാൻ ശ്രദ്ധിച്ചോളാം. താനും കുറച്ച് മാറാനുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞു തന്ന. ഒറ്റയടിക്ക് ആരെയും വിശ്വസിക്കരുത്. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും. നല്ലത് വളരെ വൈകിയേ മനസ്സിലാവും. നെല്ലിക്ക പോലെ ആദ്യം കഴിക്കും, പിന്നെ അവസാനം മധുരം. താൻ ഒരുപാട് വായിക്കൂ? ഒരുപാടൊന്നുമില്ല, കുറച്ച്. നല്ലതാ. വായന നമ്മുടെ വാക്കുകളെ മനസ്സിനെ പരിഷ്കരിക്കുന്നു. കുറച്ചുനാളെ എനിക്കും ഉണ്ടായിരുന്നു പുസ്തകങ്ങളുടെ കൂടെ അടയിരിക്കുന്ന സ്വഭാവം. പിന്നെ അതങ്ങ് വിട്ടു. പറഞ്ഞത് ശരിയാ. എനിക്കിനിയും ഒരുപാട് മനസ്സിലാകാനുണ്ട്. ഞാൻ ശ്രമിച്ചോളാം. മോളെ, അച്ഛൻ റെഡിയായി. നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ആ, ദാ ഇറങ്ങാ. പാക്ക് ചെയ്തോളൂ. ആ, നീ ഇന്നലെയൊക്കെ കൃത്യസമയത്തിന് അമ്പലത്തിൽ എത്തൂലല്ലേ? ആ, ഞങ്ങൾ എത്തിക്കോളാം. ഏട്ടൻ ചെല്ലും. ആ, ഇറങ്ങാം. ആ, പോട്ടെ അമ്മേ. അധികം വിചാരിച്ച പോലല്ലോ, ആള് കൊള്ളാം. അല്ല, ശരിക്കും എന്താ ഇവിടെ നടക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. മോളെ, നീ എന്തായി കാണിക്കുന്നേ? ഈ പച്ചയോ? ഇതിപ്പോ എന്തിനാ നിനക്ക്? അത് ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. നിനക്ക് കറി വെക്കറിയോ? നേരെ ചൊവ്വൊരു ചമ്മന്തി അരക്കാൻ അറിയാത്ത ആളാ. അല്ലച്ചാ, സോഷ്യൽ മീഡിയയിൽ ഇത് ഉണ്ടാക്കുന്ന വിധമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഒന്ന് ചെയ്തു നോക്കാന്ന് കരുതി. എല്ലാം പഠിക്കുന്നത് നല്ലതല്ലേ? ഓ, അല്ല, അങ്ങനെ നല്ല ഉദ്ദേശമാണെങ്കിൽ കൊള്ളാം. അല്ല, ഈ ഫോണും തോണ്ടിയിരിക്കുന്നോണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ? ആ, ഒരു കാര്യം ചെയ്യും. ഞാനിപ്പോ പറമ്പിലെ പണിക്കാരുള്ളപ്പോ അവരെ വിളിച്ച് ഞാൻ പറയാം. അവര് നോക്കിയിട്ട് തരും. എന്താ മോളെ, അതുപോലെ മതി. ആ, ഈശ്വര, അവക്ക് അങ്ങനൊരു വീണ്ടും വിചാരം ഉണ്ടായാ കൊള്ളാം. ഭഗവാനെ. വീണ, എടി
വിപിൻ വിളിച്ചോ? ഇങ്ങോട്ട് വരുന്നുണ്ടോ? എപ്പോഴാ വരാ? ശ്രേയ, എന്തു പറ്റി? നീ വാ. ശ്രേയ, എത്ര നേരം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എന്തിനിങ്ങനെ കരയുന്നേ? എടി, ഹരിയേട്ടനും അച്ഛനും ഒക്കെ ഇപ്പൊ വരും. നീ കരയുന്ന കണ്ട എന്താ കാരണമെന്ന് അവർ ചോദിക്കില്ലേ? വീണ, വിപിൻ. എന്താ വിപിന്? ചതിയൻ. ചതിയൻ. അവൻ എന്നെ ഒഴിവാക്കി. എന്താ കാരണം? അങ്ങനെ എന്തെങ്കിലും അവൻ പറഞ്ഞോ നിന്നോട്? നിനക്കറിയോ, ഞാൻ എന്നെ തന്നെ അവന് കാഴ്ചവെച്ചതാ, സ്വന്തമാണെന്നുള്ള വിശ്വാസം കൊണ്ട്. എന്നിട്ടും അവൻ വിപിൻ എന്താ കാരണം പറഞ്ഞേ? അവനൊന്നും പറഞ്ഞില്ല. പിന്നെ ഇന്നലെ ദുബായിൽ വെച്ച് അവന്റെ കല്യാണമായിരുന്നു. നീ എന്താ പറഞ്ഞേ? അവനൊരു ബിസിനസ്സുകാരന്റെ മകളെ കല്യാണം കഴിച്ചു. ദാ നോക്ക്, ദാ ഇത് കണ്ടോ? ഇനി അവൻ ഈ നാട്ടിലേക്ക് ഇല്ലെന്ന് ഞാൻ എത്ര വിളിച്ചു നോക്കിയെന്നറിയോ? എത്ര മെസ്സേജ് അയച്ചു എന്നറിയോ? എന്നെ ഇല്ലാതാക്കി കളഞ്ഞില്ല അവൻ. ആഹാ, സാറ് ഇവിടെ ഉണ്ടായിരുന്നു. നിത്യ കാണുമെന്ന് കരുതി വന്നിട്ട് അന്ന് കാണാൻ പറ്റില്ലല്ലോ. എങ്കിൽ പിന്നെ ഇന്ന് കണ്ടിട്ടേ ഉള്ളൂന്ന് കരുതി. 1-2 പ്രോഗ്രാംസ് മാറ്റിയിട്ടാ ഞാൻ വന്നേ. ഞാൻ സാറാ. ആ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ജീവ, നിത്യ നല്ല കുട്ടിയാ. ഇതെന്താടാ ഇവരെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നേ? അകത്തേക്ക് വിളിക്കുന്നില്ലേ? അതിനും എന്താ ഞങ്ങൾ തന്നെ വരണോ? അതിന് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വീട്ടിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ആചാരങ്ങളുടെ ഒരു പട തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ? മോള് വാ. വേണ്ട, അകത്തേക്ക് കയറുന്നില്ല. എന്തു പറ്റി? വേറെ ഒന്നും തോന്നണ്ട. പണ്ടുകാലം പോലെ ശീലിച്ചു വരുന്നൊരു കാര്യമാണ്. താലികെട്ടിന് ശേഷം മാത്രമേ ഭർത്താവിൻ്റെ വീട്ടിലൊരു പെൺകുട്ടി കാലുകുത്താവൂ എന്നുള്ളത്. അതൊക്കെ ഇപ്പൊ ആരെങ്കിലും നോക്കുമെങ്കിലേ? നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്. എനിക്ക് പഴയ ആചാരങ്ങളൊക്കെ പാലിച്ച ശീലം. അല്ല, ഇതിൽ പരിഭ്രമിക്കുന്ന കാര്യമൊന്നുമില്ല. ഞാനും മോളും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മുറിയെടുത്ത് അവിടെ നിന്നോളാം. അവിടുന്ന് അമ്പലത്തിലേക്ക് വരികയും ചെയ്യാലോ. അതെന്തായാലും ഒരു മര്യാദയല്ലല്ലോ. അല്ല, എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ.
മനുഷ്യന്റെ സൗകര്യങ്ങളാണ് പ്രധാനം, അല്ല സുജാതെ? നിത്യയുടെ അച്ഛൻ തന്നെ പറയട്ടെ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നേക്കാൾ കൂടുതൽ പാലിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് സുജാത എന്ന് എനിക്കറിയാം. അല്ലായിരുന്നെങ്കിൽ ആഗ്രഹപൂർത്തീകരണത്തിന്റെ ഭാഗമായി ദീപം എടുത്ത് മല ചവിട്ടില്ലായിരുന്നല്ലോ. ചില വിശ്വാസങ്ങൾ മനസ്സിൽ ഉറച്ചു പോയാൽ തിരുത്താൻ പ്രയാസ. പിന്നെന്താ ചെയ്യാ? അതങ്ങനെ തന്നെ കിടന്നോട്ടെന്ന് കരുതും, അല്ലേ? ആചാരങ്ങളൊന്നും ലംഘിക്കണമെന്ന് ഞാൻ പറയില്ല. ഇതെന്ത് കഷ്ടമാമേ. നിത്യേച്ചി ഉമ്മർത്ത് വരെ വന്നിട്ട് പടി ചവിട്ടാൻ നേരത്തെ ഒരു ആചാരം. ദേ നോക്ക്, നിത്യേച്ചിക്ക് വളരെ വിഷമമായി. എനിക്കൊരു വിഷമവുമില്ല. അച്ഛൻ പറഞ്ഞത് എന്തായാലും അത് ഞാൻ അനുസരിക്കും. അച്ഛാ, ഇവിടെ അടുത്തെവിടെയെങ്കിലും നല്ല ഹോട്ടലിൽ വിളിച്ചു പറയട്ടെ. ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യത്തിൽ ഇപ്പോ എല്ലാവരുടെയും ടെൻഷൻ എന്താ? നിത്യ ഒരുപാട് ദൂരെ പോയി താമസിക്കാൻ പാടില്ലെന്നല്ലേ? ഇവർക്ക് താമസിക്കാൻ എന്റെ വീട്ടിലെ സൗകര്യങ്ങൾ മതിയെങ്കിൽ ഇവരെന്റെ കൂടെ പോന്നോട്ടെ. അത് വേണ്ട. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ജീവ, സന്തോഷേ ഉള്ളൂ. എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. ഇവിടുന്ന് നോക്കിയാ സാറയുടെ വീട് നമുക്ക് കാണാലോ. അമ്മയ്ക്കാണെങ്കിൽ എളുപ്പാ നിത്യേച്ചിയെ കണ്ടോണ്ടിരിക്കാൻ. എനിക്കല്ല, നിന്റെ ഏട്ടനാണ് എപ്പോഴും കണ്ടോണ്ടിരിക്കേണ്ടത്. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. അതാവുമ്പോ ആചാരങ്ങൾക്കും പ്രശ്നമില്ലല്ലോ. സാറമോള് നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? നിത്യ, അപ്പോ ഇന്ന് അച്ഛനും നിത്യം അവിടെ. എനിക്ക് നിത്യയോട് കുറച്ച് സംസാരിക്കാൻ ചെയ്യാലോ. ഹരി, മോനെ നീ കഴിക്കാൻ വരുന്നില്ലേ? ദാ വരുന്നു. ഭക്ഷണ കാര്യത്തിൽ സമയം പാലിക്കുന്നതിനാണല്ലോ നീ. ഇപ്പൊ എന്തു പറ്റി? പാടത്തേക്ക് വളമെടുക്കുന്നതിന്റെ കണക്കെഴുതി വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് മറന്നു. കഴിക്കുന്നേ. നീ എന്താ പാത്രത്തില് പടം വരച്ച് പഠിക്കുക? അങ്ങോട്ട് വാരി കഴിക്കുമോളെ. വേണുവിന്റെ വീട്ടുകാരെ വല്ലതും പറഞ്ഞോ?
എന്തു പറ്റിയടി? രാവിലെ കഴിച്ചതെന്തോ വയറിന് പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും ഡോക്ടറെ കാണിച്ചേക്കാം. വേണ്ട. അത് പിന്നെ എങ്ങനെയാ? ചെറിയലും വാരലൊക്കെ കഴിഞ്ഞിട്ട് 1 2 നുള്ളല്ല അവളെ എടുത്ത് കഴിക്കൂ. അപ്പൊ പിന്നെ വയറ്റിൽ വായു കയറും, അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുകയും ചെയ്യും. അതൊക്കെ പറഞ്ഞാ മനസ്സിലാവൂ? മോളെ, നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. നീ ഇരുന്ന് കഴിക്കും മോനെ. അല്ല, നീയും കഴിക്കുന്നില്ലേ? അച്ഛന് ഈ സൗകര്യങ്ങൾക്ക് മതിയാവൂലല്ലേ? ഓ, ധാരാളല്ലേ മോളെ. ഇവിടെ അധികം റൂംസ് ഒന്നും ഉപയോഗിക്കാറില്ല. ചിലപ്പോ എന്റെ ഫ്രണ്ട്സ് വരും, 1 2 ദിവസം ഇവിടെ തങ്ങും. തങ്ങിയാലുള്ള ഗുണം എന്താണെന്നറിയോ? പിന്നെ 1 മാസം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കും. നിത്യക്ക് ഞാൻ മുറി കാണിച്ചു തരാം. അയ്യോ വേണ്ട സാറാ, ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ കിടന്നോളാം. അതെന്തിനാടോ പിശുക്കുന്നേ? ഇവിടെ വേറെ റൂമുണ്ട്. വേണ്ട, അതൊക്കെ ഇനി സാറ തനിച്ച് വൃത്തിയാക്കാൻ നിൽക്കണ്ടേ? ആരാ പറഞ്ഞേ ഞാൻ തനിച്ച വൃത്തിയാക്കുന്നേന്ന്? താനും കൂടിക്കോ, അപ്പൊ പെട്ടെന്ന് വൃത്തിയാക്കാലോ. നിത്യ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണോ? അല്ല, ഞാൻ എല്ലാവരോടും സംസാരിക്കും. സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോളെ, പക്ഷെ പുതിയൊരു സ്ഥലത്തെത്തിപ്പെട്ട പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. ആ പറച്ചിലൊക്കെ കേട്ടാ അച്ഛൻ എവിടെയെങ്കിലും ചെന്നാ പെട്ടെന്ന് നോക്കിയാവുന്നാണല്ലോ തോന്നുക. മിക്ക സ്ഥലത്ത് ചെന്നാലും ആദ്യം വെള്ളം പിടിക്കില്ല, പിന്നെ ഭക്ഷണം പിടിക്കില്ല. പല സ്ഥലത്തുനിന്നും പട്ടിണിയായിട്ടാ മടക്കം. അങ്കിൾ ഇവിടെ എന്നെ പരീക്ഷിക്കോ? ഏയ്, ഇവള് ചുമ്മാ പറയുന്നേ മോളെ. സാറാ, അങ്കിൾ റെസ്റ്റ്. ഇവിടെ എല്ലാം ഓക്കെ ആണോ മോളെ? ഇവിടെ എന്താ അമ്മ ഒരു കുറവ്? പിന്നെ സാറയാണെങ്കിൽ സൽക്കരിക്കാൻ മിടിക്കുകയാണല്ലോ. ഓ, ഇതിനിടയില് സാറ് ഒരു ഗുഡ് ഹോസ്റ്റൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു അല്ലേ? ഇതെന്തായാലും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെ ആന്റി. കാരണം നന്മ നിറഞ്ഞ മനസ്സുള്ളവർ തരുന്നതല്ലേ. അയ്യോ നിത്യ, ഞാൻ ചായ വെച്ചിരുന്നു, എടുക്കാൻ മറന്നു. എടുത്തോണ്ട് വരാം. മോളെ, അച്ഛനെവിടെ? അമ്മ വാ. ആ കൊച്ചു വെറുതെ ബുദ്ധിമുട്ടി. അതിനെന്താ, നമ്മുടെ വീട്ടിലെ കുട്ടിയായിട്ട് തന്നെയാ അവളെ ഞാൻ കാണുന്നത്. അത് സാരമില്ലമ്മേ. സാറയോട് ഞാൻ ചോദിച്ചു സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അച്ഛന് വേണ്ടത് ഞാൻ വെച്ചു കൊടുത്തോളാം. അതെന്ത് പണിയാ മോളെ? അവിടെ വെക്കുന്നതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? അല്ല, അതിന് ഇനി ആചാരത്തിന്റെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നിത്യ ഒരു പാവം കുട്ടിയെ, നിന്നെപ്പോലെ ഒരുത്തൻ അവളെ അർഹിക്കുന്നില്ല. അവൾ എന്റെ പെണ്ണാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ.
എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാൽ ഓർത്തോ, ഇത് വെറും സാമ്പിളാ.